എന്തൊക്കെ ചെയ്തിട്ടും ഒരു മനസമാധാനവും കിട്ടുന്നില്ല. എത്ര ജോലി എടുത്തിട്ടും അതിൻ്റെതായ റിസൾട്ട് വരുന്നില്ല. ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടും പണം കയ്യിൽ ഇരിക്കുന്നില്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, അസുഖങ്ങൾ. ഓരോ ദിവസവും കഴിയുന്തോറും ഈ പ്രശ്നങ്ങൾ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ടും എത്ര ആരാധനാലയങ്ങൾ പോയിട്ടും വഴിപാട് ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾ എന്താണ് തീരാത്തത് എന്ന് തോന്നിയിട്ടില്ലേ? ഇതിന് നിരവധി കാരണങ്ങളുണ്ടാകും. പക്ഷെ ഒരു കാരണം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാരണം ഞാൻ പറയാം. നിങ്ങൾ സ്വന്തം അമ്മയെ കാണാൻ പോയിട്ട് എത്ര നാളായി? അമ്മയെ നിങ്ങൾ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നുണ്ടോ? ശരിയായ രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ? അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്നു എന്ന കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന കാര്യം അമ്മയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അമ്മയോടുള്ള സമീപനത്തിൽ അമ്മ സംതൃപ്തയാണ്. നിങ്ങൾ അമ്മയോട് വഴക്കിട്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയുടെ കെയർ ചെയ്യാത്ത വീടുകളിൽ, വ്യക്തികൾക്ക് ഒരു പുരോഗമനവും ഉണ്ടാവുകയില്ല, മനസ്സമാധാനവും ഉണ്ടാവുകയില്ല. ഇത് ശാസ്ത്രമാണ്. അച്ഛനെ പോലെയല്ല അമ്മ. അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അമ്മയുടെ ശരീരത്തിലെ സെല്ലുകളും നമ്മുടെ സെല്ലുകളുമായി നിരന്തരം സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് നിങ്ങൾ മൂലം ഒരു മനസ്സമാധാനക്കേട് ഉണ്ടായാൽ, ഒരു അസംതൃപ്തി ഉണ്ടായാൽ, ഇത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കും. ഒരു സംശയവുമില്ല. ഞാൻ എന്റെ അമ്മയോട് വർഷങ്ങളോളം പിണങ്ങിയിരുന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്കറിയാം, എന്ത് ചെയ്താലും ഒരു പൂർണ്ണത ലഭിക്കാറില്ല. കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് മാത്രം. സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും നഷ്ടങ്ങളും എനിക്കൊക്കെ സംഭവിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഞാൻ അമ്മയോട് പിണക്കമെല്ലാം മറന്ന് അമ്മയോട് കൂടുതൽ മാനസികമായി അടുത്തു. മരണകാലത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അമ്മയുടെ ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് അപഗ്രഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അമ്മയോട് പിണങ്ങിയിരുന്ന കാലത്ത് അനുഭവിച്ചതും അതിനുശേഷം അമ്മയോട് കൂട്ടുകൂടിയതിനു ശേഷം വീണ്ടും എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതും എല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഞാൻ അമ്മയോട് വഴക്കിട്ടിരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് എന്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. വീണ്ടും അമ്മയോട് അടുത്തപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പലതും മാഞ്ഞു പോവുകയും എനിക്ക് എന്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു വ്യക്തത, ക്ലാരിറ്റി ഒക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തു നോക്കൂ. മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി അമ്മയെ സ്നേഹിച്ചു തുടങ്ങൂ. അമ്മയെ വിളിക്കൂ, അമ്മയെ സന്ദർശിക്കൂ, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. എന്നിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ നോക്കൂ, നിങ്ങളുടെ പല പ്രശ്നങ്ങളും തേഞ്ഞ് മാഞ്ഞു പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും മനസ്സമാധാനവും സന്തോഷവും പതുക്കെ പതുക്കെ ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.